ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. നമ്മൾ ഒരുപാട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല, ഭഗവാന്റെ അനുഭവങ്ങൾ കിട്ടുന്നില്ല, ഉണ്ടാകുന്നില്ല. ഭഗവാൻ നമ്മളിൽ നിന്നും അകലെയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ധാരാളം ഘട്ടങ്ങളും വിഷമകരമായ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഭഗവാനിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും പ്രശ്നങ്ങളാണത്. സ്ഥിരമായി ഭഗവത് ചിന്തകളിൽ തുടരുവാൻ കഴിയാതെ വരിക, അങ്ങനെ തുടർന്ന് വന്നാൽ പോലും ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ വലുതായി അനുഭവം ഉണ്ടാകാതെ വരിക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ. നമ്മൾ രണ്ട് വ്യക്തികൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളെ നമ്മുടെ മക്കളാകാം, നമുക്ക് പ്രിയമുള്ളവരാകാം, സുഹൃത്തുക്കളാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ നാം കൂടുതൽ അവരുമായിട്ട് അടുക്കുന്നത് എങ്ങനെയാണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യമായി അടുക്കുന്നത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും പല വ്യക്തികളും സ്നേഹം പങ്കിട്ടവരും ഇപ്പോഴും പങ്കിട്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവർ തമ്മിൽ ആദ്യമായി നമ്മൾ തമ്മിൽ അടുത്തത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കൂ. പരസ്പരം ഹൃദയം കൊണ്ട് എപ്പോഴും അവരെക്കുറിച്ച് പരസ്പരം ചിന്തിച്ച് ആ ചിന്തകളിലൂടെ കാണാനുള്ള ആഗ്രഹം, സംസാരിക്കാനുള്ള ആഗ്രഹം, അത് പൂർത്തീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൽ തന്നെ എപ്പോഴും മുന്നോട്ട് പോയി പരസ്പരം ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന, എപ്പോഴും സ്നേഹത്തോടു കൂടി പരസ്പരം ഓർക്കുന്ന വ്യക്തികൾ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്, നമ്മെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെപ്പറ്റി എന്താണ് ഓർക്കുന്നത്, എപ്പോഴാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ ഓർക്കാതിരിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നത് എപ്പോഴാണ്, ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാകും. മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, അത്രയും അടുപ്പമുള്ള ബന്ധങ്ങളിൽ മറ്റ് നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്താണ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്താണ് നമ്മെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നുപോലും ഹൃദയബന്ധത്തിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാധാരണ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതേ ബന്ധം ഭഗവാനോട് പുലർത്തിയാൽ ഇത്രയും അടുപ്പമൊന്നും ഭഗവാന് കൊടുക്കുക പോലും വേണ്ട. ഭഗവാനെ നിരന്തരം ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും ഓർത്ത് ഭഗവത് സ്മരണയിലിരുന്നാൽ ഇതിനേക്കാൾ എത്രയോ ഹൃദയത്തിൽ ചേർക്കും ഭഗവാൻ. എത്രയോ വലിയ അനുഭവങ്ങളും സന്തോഷങ്ങളും നമുക്ക് ഭഗവാൻ തരും. അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിലും കരുതലിനേക്കാളും വലുതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ആ സ്നേഹവും കരുതലും. കുറച്ച് നേരം ഭഗവാനോട് ഒത്തിരുന്നാൽ മതി. അതിനു വേണ്ടിയിട്ട് എത്രയും തിരക്കുള്ളവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഒരിടത്തിരുന്ന് ഭഗവാനെ വിളിക്കുവാൻ കഴിയാത്തവരായിരിക്കും കൂടുതൽ പേരും, പല ജോലികളിൽ ഏർപ്പെടുന്നവർ. അങ്ങനെയുള്ളവർ, അവർക്ക് ഏറ്റവും എളുപ്പം ഭഗവാനെ വിളിക്കുവാൻ അല്ലെ ഓർക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നാമം, ഒരു മന്ത്രം എപ്പോഴും അവനവൻ്റെ ഹൃദയത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കുക. എത്ര നാമങ്ങളുണ്ട് ഭഗവാന്റെ, എത്ര മന്ത്രങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന്, ഞാൻ തന്നെ എളുപ്പം ഓർക്കുന്നതും എളുപ്പം ഫലം കിട്ടുന്നതുമായിട്ടുള്ള പല മന്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഭഗവാൻ ഫലം കിട്ടുക എന്ന് വെച്ചാൽ ഭഗവാന് സന്തോഷം കിട്ടുക, അതാണ്. ഭഗവാൻ എപ്പോഴും സന്തോഷം കിട്ടുന്നത് ഭഗവാൻ കുട്ടിയായിട്ടിരിക്കുമ്പോഴുള്ള ഭഗവാനെ ഓർക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെയാണ്. ആ കുട്ടിത്തമാണ് ഭഗവാൻ എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതേതെങ്കിലും ഒന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ജപിക്കുക എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയവും സന്ദർഭവും മാറ്റി വയ്ക്കുക എന്നല്ല. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ആ ശ്രദ്ധ മറ്റ് കർമ്മങ്ങളിൽ പോകുമ്പോൾ ഈ മന്ത്രം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ സൂക്ഷ്മതലത്തിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്രീ ആകുമ്പോൾ ഈ മന്ത്രം വീണ്ടും സജീവമായി വന്ന് നമ്മുടെ മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്ഥിരം ജപിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ ഒരു കാര്യം. മറ്റൊന്ന്, ഭഗവാനോട് ഭക്തി തുളുമ്പുന്ന ഗാനങ്ങൾ. എത്രയോ ഭക്തരെഴുതിയ ഭഗവാന്റെ ഭക്തി നിർഭരമായ ഗാനങ്ങളുണ്ട്. അത് നമുക്ക് ചൊല്ലാം. സന്തോഷത്തോടു കൂടി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗാനം സെലക്ട് ചെയ്തിട്ട് അത് നിരന്തരം മൂളിക്കൊണ്ട് നടക്കാം. അതിലെ വരികൾ നമുക്ക് ആസ്വദിച്ച് ചൊല്ലാം. അതാരും കേൾക്കെ ചൊല്ലണ്ട, അവനവന് മനസ്സിൽ ചൊല്ലാം. അല്ലെങ്കിൽ നമ്മൾ ഏകാന്തത്തിൽ ആകുന്ന സമയത്ത്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നാം ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടാകുകയില്ലേ? ആ സമയത്ത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ വീട്ടിനുള്ളിലിരിക്കുവാണെങ്കിൽ നമുക്ക് ഗാനങ്ങൾ
ഭക്തിഗാനങ്ങൾ ചൊല്ലരുതോ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും അത് കേട്ട് അവർക്കും ആ ഒരു അവസ്ഥയുണ്ടാകും, ഭഗവാനോടൊരു മാധുര്യ പ്രേമം ഉണ്ടാകും. അപ്പോൾ അതങ്ങനെ ചൊല്ലാം. അത് മന്ത്രങ്ങളും നാമങ്ങളും ചൊല്ലാൻ വയ്യാത്തവർ ഇങ്ങനെ ഗീതങ്ങൾ ആവർത്തിച്ച് ചൊല്ലി അതിൽ ആനന്ദം കണ്ടെത്തണം. ഇത് ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് ചൊല്ലരുത്, അവനവൻ്റെ ഭാവമാണ് ഏറ്റവും പ്രധാനമെന്ന് വീണ്ടും പറയുന്നു. നമ്മൾ ഏത് ഭാവത്തിലാണ് ഭഗവാനെ സമീപിക്കുന്നത്, ആ ഭാവമാണ് ഭഗവാന് പ്രധാനം. ഒന്നുമില്ല ഭഗവാന് കൊടുക്കുവാൻ എങ്കിൽ ഒരു കാട്ടാളനാണ്. അവന് കൊടുക്കുന്ന മാംസവും ഭഗവാന് പ്രിയങ്കരം തന്നെയാണ്. അവൻ കഴിക്കുന്നതിൻ്റെ പങ്കായിരിക്കും മാംസാഹാരം. അത് ഭഗവാന് കൊടുത്താൽ ഭഗവാൻ അതും പ്രിയം. കാരണം എന്താണ്? കൊടുക്കുന്ന ആളിൻ്റെ ഭാവം, ആ ഭക്തിഭാവമാണ്, ആ സ്നേഹമാണ് പ്രധാനം, ഭഗവാനോടുള്ള പ്രേമമാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ഗാനങ്ങൾ നമുക്ക് ആലപിക്കാം. അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുമ്പോൾ അതൊക്കെ കേൾക്കുക, കേട്ടിട്ട് അത് മനനം ചെയ്യുക. കേട്ടിട്ട് അവിടെ മനസ്സ് നിർത്തിയിട്ട് ശൂന്യമാക്കിയിട്ട് പോകരുത്. ആ കഥകൾ മനനം ചെയ്ത് മനസ്സിലിങ്ങനെ ഉറപ്പിക്കുക. അതും കഴിഞ്ഞാൽ ഭക്തന്മാരുടെ അനുഭവങ്ങൾ, ഭഗവാനോടുണ്ടായ അനുഭവങ്ങൾ, എങ്ങനെ ഭഗവാനിലേക്ക് എത്തി, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഭക്ത ശിരോമണികളുടെ അനുഭവങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുക, അത് വായിക്കുക, അത് നമ്മളെ പിന്തുടർന്ന് വരും. അപ്പോൾ ഇതൊക്കെ തിരക്കുള്ള ജോലികളിൽ ഏർപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരിടത്ത് ഇരുന്ന് ഭഗവാന്റെ സ്മരണയിലല്ലേ ഭഗവാന് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ സമയമുള്ളവർ, ജീവിതത്തിൽ കുറച്ചൊക്കെ ജോലികളൊക്കെ അവസാനിപ്പിച്ച് ഫ്രീ ആയി കുറച്ച് സമയമൊക്കെ കിട്ടുന്നവർ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഭഗവത്ഗീത, നാരായണീയം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിത്യേന അത് പാരായണം ചെയ്താൽ പോരാ, അത് മനസ്സിലാക്കുക. അതിലെ തത്വങ്ങൾ ആദ്യം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പിന്നീട് അതിലടങ്ങിയിരിക്കുന്ന മാനവരാശിയോട് പറയുവാൻ ഉദ്ദേശിച്ച തത്വങ്ങൾ എന്താണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി അന്ന് അതിൽ നിന്ന് എന്ത് നമുക്ക് കിട്ടി, അതാണ് അതിൻ്റെ പ്രധാനം. അല്ലാതെ പാരായണം ചെയ്ത് തീർത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം ഉണ്ടെങ്കിൽ അത് ജപിക്കാം. ഓരോ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇത് നിത്യേന ചൊല്ലേണ്ടതാണ്. ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം നമുക്കറിയാൻ കഴിയും. ഇതിന്ന് കൃത്യമായിട്ട് ചൊല്ലൂ എന്ന് പറയുമ്പോൾ എനിക്ക് ചൊല്ലാൻ സമയമില്ലല്ലോ, അപ്പോഴെന്ത് ചെയ്യും? സമയമില്ലെങ്കിൽ വേണ്ട, അത് ചൊല്ലി അതിനുള്ള ഫലപ്രാപ്തി കിട്ടാനുള്ള സമയമായില്ല. അതുകൊണ്ടാണ് അത് ചൊല്ലാനുള്ള സ്വസ്ഥത ഇല്ലാത്തത്. അതിൽ നിന്ന് കിട്ടുന്ന ഫലം നമുക്ക് കിട്ടേണ്ട ഒരു അവസരം വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു സമയമുണ്ടാകും. നമ്മൾ നിഷ്ഠയോടുകൂടി അത് ചൊല്ലും. അതിൻ്റെ ഗുണഫലം നമുക്ക് അനുഭവവേദ്യമായി വരും. ധർമ്മനിഷ്ഠയോടുകൂടി, സത്യസന്ധതയോടുകൂടി, ജീവിതത്തിൽ വളരെ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തി ജീവിക്കുവാൻ ഏറ്റവും ഉതകുന്ന, നിർഭയമായി തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കുവാൻ ഉതകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം. അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം, ആയുസ്സും ആരോഗ്യമൊക്കെ തരുന്ന, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന, അപമൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്ന, സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ദേവിയുടെ മന്ത്രമാണ് ലളിതാ സഹസ്രനാമം. ഇതൊക്കെ നിത്യേന ഉരുവിട്ടാൽ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മാനവരാശിയെ തിരിച്ചു മറിക്കുവാൻ, ഓരോ ജീവിതത്തെയും പരിപക്വപ്പെടുത്തി സുന്ദരമാക്കുവാൻ പറ്റുന്ന എത്രയോ ഗ്രന്ഥങ്ങളാണ്, എത്രയോ നാമകീർത്തനങ്ങളാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളത്. നമ്മെ അതാരും മനസ്സിലാക്കി തരുന്നില്ല, നമുക്കതിൻ്റെ ഒരു അറിവില്ല താനും. അതുകൊണ്ടാണ് അതൊന്നും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം ആക്കാത്തത്. നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയാണ് എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും വളരെ ഈശ്വരാത്മജ്ഞാനത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ശരിക്കും തത്വമറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതിനപ്പുറത്ത് ഇനിയും വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള നിരന്തര പ്രേമം നിലനിർത്തുവാനുള്ള മാർഗങ്ങൾ. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ
ഇതിലേക്കൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ എനിക്ക് സാധിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി. അതിനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരും. ആഗ്രഹമാണ്, ഞാൻ എല്ലായ്പ്പോഴും പറയും, ആഗ്രഹമാണ് പ്രധാനം. അല്ലാതെ അതിനെനിക്ക് സാധിക്കുമോ? ചിലർ പറയും എനിക്ക് ഭഗവാന്റെ പുണ്യധാമങ്ങളൊക്കെ സന്ദർശിക്കണം, പക്ഷേ എനിക്കതിനൊന്നും കഴിയില്ല. എന്താണ് കഴിയാത്തതെന്നുള്ളത് ആലോചിക്കുമ്പോൾ അവനവന് കിട്ടുന്ന പരിമിതമായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ഭഗവാനിലേക്ക് വന്ന വ്യക്തിയാണ്, എനിക്കെല്ലാറ്റിനും സാധിക്കും, എനിക്കെല്ലാം കിട്ടും, എനിക്ക് എവിടെയും പോകാൻ കഴിയും, ഭഗവാനുള്ള സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കാൻ കഴിയും എന്ന വിശാലമായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ വയ്ക്കാതെ എനിക്കതിന് കഴിയില്ല, നിങ്ങൾക്കൊക്കെ കഴിയും, എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ആ പരിമിതിയെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു? പരിമിതിയാണോ ഭഗവാന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്? ഭഗവാനിലേക്ക് വരുന്ന വ്യക്തിക്ക് ഭഗവാന്റെ വിശാലമായ ഈ പ്രപഞ്ചത്തോളം വലിയ മനസ്സും സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നും പറ്റില്ല എന്ന്, കഴിയില്ല എന്ന് പറയുന്ന വാക്കാണ് ജീവിതത്തിൽ നിന്ന് ആദ്യം എടുത്ത് ദൂരെ കളയേണ്ടത്. ആ നെഗറ്റീവ് വാക്ക്. എന്തിനാണ് പരിമിതിയുള്ളത്? എന്തിനാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യം ആഗ്രഹിച്ചാലാണ് പരിമിതിയുള്ളത്? ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആഗ്രഹം വളരെ ചുരുക്കമായിരിക്കും. അത് പൂർത്തീകരിക്കുവാനുള്ള എനർജി ആ ആഗ്രഹത്തിനില്ലായിരിക്കും. ആ ആഗ്രഹം എത്ര ശക്തമാണോ അതിനനുസരിച്ചുള്ള ആ തീരുമാനവും അതിനുടൻ വന്നുകൊണ്ടിരിക്കും. അത്ര ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കാതെ അത് കിട്ടട്ടെ, അല്ല പോകാൻ പറ്റുന്നെങ്കിൽ പോകാം എന്ന് കരുതുന്നേ ഉള്ളൂ. അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഒന്നിൻ്റെയും പിന്നാലെ നാം വയ്ക്കാത്തത് കൊണ്ടാണ് ആ പരിമിതിയെക്കുറിച്ച് നാം ആദ്യം ചിന്തിക്കുന്നത്. പരിമിതികൾ എടുത്ത് കളയൂ. അനന്തമായ ശക്തിവിശേഷങ്ങളുടെ ഉറവിടമാണ് ഭഗവാൻ. ആ ഭഗവാനിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പരിമിതികളെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അപരിമേയമായിട്ടുള്ള ഭഗവത് ശക്തി ലഭിക്കുവാൻ എല്ലാവരെയും ഭഗവാൻ പ്രാപ്തരാക്കട്ടെ. ഭഗവാന്റെ പത്മപാദങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പ്രാർത്ഥിക്കുന്നു. സർവവും ഭഗവാന്റെ പാദങ്ങളിൽ, ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.